Hello everyone and welcome to Comedy Masters. Hi Masters. ഹലോ. ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ്. എന്താണോ? കുറെ കാലത്തിന് ശേഷം ഞാൻ എൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു. ആ എനിക്ക് ഒരുപാട് സംസാരിക്കാൻ പറ്റിയില്ല, പക്ഷേ അവളിവിടെ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാണ്. കാരണം നിങ്ങളെ എല്ലാവരും മീറ്റ് ചെയ്യാനും എനിക്കും അതൊരു ഹാപ്പി മൊമെന്റ് ആണ്. അവിടെ കുറച്ച് സമയം ഞാൻ എടുക്കുകയാണ്. എവിടെന്നാ ഫ്രണ്ട്സ്? ഒക്കെ ഞാൻ പറഞ്ഞുതരാം. കാണണ്ടേ അവരെ? കാണണം. എടാ വാടാ, കേറി വാ. ഹായ്. ജാപ്പനീസ് ആണോ അതോ ചൈനീസ് ആണോ? ഓ സ്വീറ്റ് അല്ലേ? എടാ ഷോളി, ഓ മൈ ഗോഡ്. ഞാൻ ആരാന്നോ? അല്ല, നമസ്കാരം ഒന്ന്. ആ ന്യാഹോ. ഉമ്മയോ? അല്ല, ഉമ്മയല്ല, നിനക്ക് സുഖമാണോന്ന്. ആ, എനിക്ക് ഭയങ്കര കൊറേ ഉമ്മ. എന്നാലും നിന്റെ ലാംഗ്വേജസ് ഒക്കെ അങ്ങ് മാറി കാലമായി. സത്യം. ഏതാ ഈ മുട്ടക്കടങ്ങളവൻ? അതെന്റെ ഹസ്ബൻഡാ. പോടുന്നു. ആ, എടി, നീ ചൈനയിൽ പോയത് എന്നോട് പഠിക്കാനാണെന്നൊക്കെയല്ലേ പറഞ്ഞേ? പഠിക്കാൻ ചെന്നപ്പോഴേ ആ. നന്നായിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളെ കണ്ടപ്പോ ഞാൻ അപ്പൊ തന്നെ ഹൂക്ക് ചെയ്ത്. പണ്ടേ ആണോ? ആ ആള് നന്നായിട്ട് കുക്ക് ചെയ്യും. ഇത് പണ്ടും ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടായിരുന്ന. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവൾ അപ്പൊ തന്നെ ഹുക്ക് ചെയ്യും, ബ്ലോക്ക് ചെയ്യും. നാണം കെടുത്തില്ലേ? അല്ല, പുള്ളിക്ക് മലയാളമൊക്കെ അറിയോ? എവിടുന്ന്? മലയാളം കോച്ച് അരിയ. അതൊക്കെ ഞാൻ കല്യാണം കഴിഞ്ഞ് അപ്പൊ തന്നെ പഠിപ്പിച്ചെടുത്തു. മാറ്റാണ്. പിന്നെ പറ അവിടുത്തെ വിശേഷങ്ങള്, അവിടൊക്കെ അടിപൊളി വിശേഷമാണ്. കല്യാണം കഴിഞ്ഞ് 3 കൊല്ലമായി. 2 കുട്ടികളും ഉണ്ട്. എന്താ കുട്ടികളുടെ പേര്? രാജേഷ് പൂനാച്ചു, സുമേഷ് ചൂന പിപി. അത് മലയാളവും ചൈനീസും കൂടി മിക്സ്. ഞാൻ കുന്നംകുളത്താണല്ലോ ജനിച്ചു വളർന്നതൊക്കെ. അപ്പൊ അങ്ങനെ മിക്സ് ചെയ്ത് പേരിട്ടതാ. എങ്ങനെയുണ്ട്? നല്ലല്ലേ? രാജേഷ് മൂത്ത മോൻ. രാജേഷ് ഓ എന്നെ പോലെ തന്നെ ഇരിക്കുന്ന. ആണോ? എടി, വേറെ കാര്യം പറയട്ടെ. ചേട്ടനെ എലീനെ ഭയങ്കര ഇഷ്ടമാണ്. ഒന്നുകൂടെ പറ. എലീനെ ഭയങ്കര ഇഷ്ടം. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ചേച്ചി ഗായ്സ്, കാണുന്നുണ്ടോ? ചൈനയിൽ വരെ എനിക്ക് ഫാൻസ് ഫാൻസ്. അല്ല, ചൂന ചൂച്ചി ചൂന ചൂച്ചിയോ? കോനോക്കോത്തോ ഈ ചേച്ചി. ഈ ചെരീനെ എനിക്ക് ഇഷ്ടം. ഈ അജീന ഇഷ്ടം മനുഷ്യൻ. ഇത് ഫ്രൈ ചെയ്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റാ. ഞാൻ എലിയൊന്നും കഴിക്കൂല. ഒള്ളി പാമ്പ്. നല്ല ടേസ്റ്റാ. ഞാൻ കഴിച്ചു. ഒന്നും പറയാൻ പറ്റില്ല, നീ ഇപ്പൊ അവിടുത്തെ കൾച്ചറായി പോയല്ലോ അല്ലേ? പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ, ഞാൻ പുറത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഡ്രസ്സിന്റെ ഒരു വള്ളി ഇങ്ങനെ കെട്ടിയിടും. എന്നിട്ട് അതിന്റെ അറ്റത്ത് ഇങ്ങനെ കെട്ടിയിടും. അങ്ങനെ അവിടെ എങ്ങാനും വഴിതെറ്റി പോയി കഴിഞ്ഞാൽ ആളെ തിരിച്ചറിയണ്ട. എല്ലാവരുടെയും മുഖം ഇതുപോലെ തന്നെ ഇരിക്കണം. 3 വർഷമായിട്ട് എനിക്ക് ഇതുവരെ തിരിച്ചറിയാൻ പറ്റും. കൊള്ളാം. എന്തായാലും വിശേഷമൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ ഒരുപാട് രസമുണ്ട്. ആളുടെ ഫാമിലിക്കൊക്കെ കൃഷിയാണ്. കൃഷി. നിങ്ങളുടെ ബിസിനസ് മെയിൻ എന്താണ്? അത് ആൾക്ക് വാഴ കൃഷിയാ. വാഴ കൃഷി. വാഴ കൃഷി. ആളുടെ അച്ഛൻ മരവാഴ. അല്ല, മരവാഴ കൃഷി. ഓ, മരവാഴ കൃഷി വേറെ ഉണ്ടല്ലോ. ഒച്ചേരി ബാച്ച ഇല്ല, ചെളി ഞാൻ ഈ ഉമ്മയിലാണ് അങ്ങ് വീണത്. എന്നെ ചെളി ഇത് പേടിച്ചു പോയല്ലോ. എന്തിനാ പേടിക്കുന്നത്? ഇത് അവിടെ സ്ഥിരമുള്ളതാ. ആ, എന്തെങ്കിലും പറ, 1 2 പറഞ്ഞ് അങ്ങ് വഴക്ക് കൂടും. പിന്നെ ഇങ്ങനെ ഒരു ഉമ്മ തരുമ്പോ അതങ്ങ് സോൾവ് ആവും. എല്ലായിടത്തും ഇതൊക്കെ തന്നെയല്ലേ? നീ വരുന്നൊന്ന് നേരത്തെ പറഞ്ഞ നീ കൊറേ സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വരാൻ പറഞ്ഞേനെ. പക്ഷെ വേറെ കാര്യമുണ്ട്, ഈ ചൈനയിലേക്ക് കിട്ടുന്നത് ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ, ഒറിജിനൽ അവിടെ എന്തെങ്കിലും കിട്ടുമോ? അതിന് അങ്ങനൊന്നും പറയണ്ട. ഒറിജിനൽ ഒറിജിനൽ കൊറോണ.
ലോകം മൊത്തം കൊറോണ ചൈന പ്രൊഡക്ഷൻ. ഗുഡ് ഗുഡ്. കൊറോണ കൊടുത്തില്ലേ ഒറിജിനല് എല്ലായിടത്തും? അത് മാത്രം വേണ്ടായിരുന്നു ഒറിജിനല്. കൊറോണ വന്നായിരുന്നോ? അയ്യോ ഏറ്റവും കൂടുതല് ഇങ്ങനെ കിടക്കുമായിരുന്നു ICU-ല്. നിങ്ങൾ നേരത്തെ ഈ ആക്ഷനെ കാണിച്ചപ്പോയില്ലേ, ഞാൻ ഭയങ്കര ത്രില്ലായി. അത് ചൈനയിൽ ഈ ആയോധന കല ഭയങ്കര ഫേമസ് ആണല്ലോ. അതായത് ഈ കട്ട അടിച്ചു പൊട്ടിക്കുക, 100 കട്ട വെച്ച് അടിച്ചു പൊട്ടിക്കുക, പിന്നെ ഈ ഇഷ്ടിക മറ്റേതൊക്കെ വെച്ചിട്ട് അതിനെ ഇടിച്ചു പൊട്ടിക്കുക, പിന്നെ ഓട് നിർത്തി വെച്ച് അടിച്ചു പൊട്ടിക്കുക. ചേട്ടാ ഇതിൽ ഏതാ ചെയ്യുന്നത്? ആ ചേട്ടൻ കരാട്ടയാണ്. പിന്നെ 1-2 ഓടൊന്നും അല്ല പൊട്ടിക്കുന്നത്. പിന്നെ ഒരു ദിവസം 42 ഓടാണ് ഒറ്റ ഇടിക്ക് പൊട്ടിച്ചത്. അതെ, 42 ഓട്. ആ. ഞാൻ ഒരു കാർ ഓടിച്ച് ഓടിട്ട വീട്ടിൽ കൊണ്ട് ഇടിച്ചു. അങ്ങനെ 142 ഓട് പൊട്ടി. എന്നെ പോലീസ് പിടിച്ചു. വെരി ഗുഡ്. ആ പൊട്ടിക്കലൊക്കെ ഉള്ളൂ. ഞങ്ങൾ വിചാരിച്ചു ഇങ്ങനെ അടിച്ചു പൊട്ടിക്കുന്ന അതല്ലല്ലേ. അയ്യോ, അല്ല, നിങ്ങൾക്ക് ഇതല്ലാതെ കലാപരമായ കഴിവ് എന്തെങ്കിലും ഉണ്ടോ? ഇവള് നീ കോളേജിലൊക്കെ ഭയങ്കരമായിട്ട് പാടില്ലായിരുന്നോ? പാട്ട് പാടും. അപ്പൊ ഇവിടെ പെർഫോം ചെയ്യടാ. ആ അതും കൂടെ പറയാനാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ ഈ അപ്പിയറൻസിലൊക്കെ വന്നത് അതുകൊണ്ടാണ്. അതായത് ഇപ്പൊ വൈറലൊക്കെ ആയിട്ടേ ഈ കപ്പിൾസ്, ചൈനീസ് കപ്പിൾസ് എന്നൊക്കെ പറഞ്ഞ് വൈറലാവാൻ പറ്റിയാലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ആ, ഞാൻ ചൈനയിൽ പോയപ്പോഴേ ആദ്യമായിട്ട് പഠിച്ചൊരു പാട്ടുണ്ട്. ശരി, ആ പാട്ട് ഞാൻ പാടാം. നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള പാട്ട് തന്നെ. ആണോ? അത് പാടാം. വാ. ഭർത്താവ് കൂടെ നിൽക്കുന്നുണ്ട് എല്ലാത്തിനും. സപ്പോർട്ടീവ് ഹസ്ബൻഡ്. My wife very China. ചീഞ്ഞില്ല. കഴിഞ്ഞിട്ടില്ല. നല്ല My wife പാട്ട് ചീന. ഇല്ല ചീനില്ല, ഇതുവരെ ഓക്കെ. നോക്കിയാ മതി. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നടാ, ആണോ? പഴയ പോലെ തന്നെ. ഒരു മാറ്റവും ഇല്ലല്ലോ. ഒരു മാറ്റവും ഇല്ല നിനക്ക്. ഇപ്പൊ തന്നെ പോലെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. എന്തേ? ചുമ്മാ എനിക്കൊന്ന് കാണാൻ വേണ്ടി. ആണല്ലേ? നിനക്ക് തിരക്കുണ്ടോ? ഇല്ല, ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. ശരി എന്നാ കേട്ടോ. അതെ. അതെ, ഞങ്ങളുടെ വീട്ടില് ഒരു ദിവസം ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും അങ്ങോട്ട് ക്ഷണിക്കാണ്. ഡിന്നർ കഴിക്കാനേ. അതെ. എല്ലാരും വരണം. അല്ല എന്താ സ്പെഷ്യല്? പാമ്പ്, വണ്ട്, പഴുതര, തേല്. You like it tail? നോ, വെജിറ്റേറിയൻ. Okay, you like it early. Una kuchit. അങ്ങനെയാണോ പറയുന്നത്? അങ്ങനെ പറയടി. ഇങ്ങനത്തെ കൂടുതൽ കൂട്ടുകാരുണ്ടോ? എവിടെ ആയാലും ചൈന ആയാലും എവിടെ ആയാലും ഇതൊക്കെ തന്നെയല്ലേ. എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മറുനാട്ടിൽ ഒരു ഫ്രണ്ടും അവൾ അവിടുത്തെ ഒരാളെ കല്യാണം കഴിക്കുന്നതും മീറ്റ് ചെയ്ത് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ ഞാനിങ്ങനെ എന്തായാലും അവര് പാടിയ പാട്ട് എലീനെ പഠിച്ചു വെച്ചു, ആവശ്യം വരും. പഠിച്ചു. അല്ല മണിക്കൂടി ഞാൻ ഇതുപോലെ ഫ്രണ്ട്സ് ആരും ഇല്ലേ അബ്രോഡ് ഉള്ളവര്? ചൈനയിലോ? ആ, എന്റെ ഫ്രണ്ട്സ് അബ്രോഡ്, വിദേശ രാജ്യങ്ങളായ പാളയം, ഓവർ ബ്രിഡ്ജ്, അവിടെയൊക്കെ ഉള്ളു. ലാംഗ്വേജസിനെ പറ്റി പറയുകയാണെങ്കിലേ ഭയങ്കര രസകരമായിട്ടുള്ള സംഭവമാണ് ഈ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. മണിക്കൂട്ടൻ ചേട്ടൻ എത്ര ഭാഷകൾ അറിയാം? എനിക്ക് മലയാളം, തൃശ്ശൂര് മലയാളം, കോട്ടയം മലയാളം, സീരിയസ് ആയിട്ടാണെങ്കിൽ മലയാളം അറിയാം, മലയാളം, ഹിന്ദി അറിയാം. മുझे मालूम ഹിന്ദി നന്നായിട്ട് അറിയാം. തമിഴ് കുറച്ചൊക്കെ അറിയാം. ആ. പിന്നെ തെലുങ്ക് സിനിമ കണ്ടിട്ടുള്ള കുറച്ച് ആണോ? അറിയാം. ആ, പിന്നെ ഇതിൽ കൂടെ ഇത് തന്നെ പഠിച്ച എനിക്ക് തന്നെ പാട്. തെലുങ്കിൽ എനിക്ക് ഇപ്പൊ എന്താ പറയുന്നത്, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് എങ്ങനെയാ പറയാ? എന്നെ കൂടെ നിദ്ര ബേക്കു. അങ്ങനെ അല്ലല്ലോ. അത് വേറെ. കാരണം നന്നായി കൂടെ നിറയ്ക്കൂ. ഇത് മതി കിടന്നുറങ്ങുന്നതായി. അറിയോ? അയ്യോ അതങ്ങനെയായിരുന്നു. ഇത് ഇങ്ങനെ എനിക്ക് മനസ്സിലായി. എൻ പ്രേമിച്ചു നാനു. എനിക്കത് അറിയായിരുന്നു, പക്ഷെ ഞാൻ ചുമ്മാ ഒരു സിനിമ പെട്ടെന്ന് ഞാൻ മഴത്തുള്ളി കിടക്കുന്ന സിനിമ. സോറി. ഓക്കെ കന്നഡ അറിയോ? കന്നഡ ഞാനായിട്ട് ചളു കുറയ്ക്കണം. എന്റെ ദൈവമേ, കന്നഡ കുത്തല്ല. ഗൊത്തല്ല. ಗೊತ್ತಿಲ್ಲ. ആക്ച്വലി എന്റെ സിസ്റ്റർ കർണാടകത്തിലാണ് കല്യാണം കഴിച്ചത്, മൈസൂരാണ്. എന്റെ അളിയനും
മക്കളും ഒക്കെ നന്നായിട്ട് കന്നഡ പറയും. കന്നഡ സംസാരിക്കും. ಊಟಾಯ್ತಾ ഊട്ടായില്ലേ? ചെന്നാക്കിദാര. ತುಂಬಾ ಚೆನ್ನಾಗಿದೆ. ശരി, ನೀವು ಜಾಸ್ತಿ ಮಾತಾಡು ಬೇಡ. ചേട്ടാ പറഞ്ഞോളൂ, ഏതൊക്കെ ലാംഗ്വേജസ് അറിയാം? മലയാളം നന്നായിട്ടറിയാം, ആ, തമിഴ് കുറച്ചറിയാം, ആ, ഇംഗ്ലീഷ് കുറച്ചറിയാം, ആ, ഹിന്ദി കുറച്ചറിയാം, ആ. കന്നഡയും കുറച്ചറിയാം. എല്ലാം കുറച്ച് കുറച്ച് ഇപ്പം സ്കോർ ചെയ്തിരിക്കുന്നത് 5 എണ്ണമാണ്. ആ. അതിൽ ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് മലയാളമാണ്. ഇതൊക്കെ നിങ്ങൾ മൂവീസ് ഒക്കെ കണ്ടു പഠിച്ചാണോ അത് തമിഴ് അല്ലാണ്ട് തന്നെ മലയാളത്തിനോട് ചേർന്ന് നിൽക്കുന്നോണ്ട് നമ്മൾ പറഞ്ഞു തമിഴ് പഠിച്ചത് തമിഴ് സിനിമ ചെയ്യാൻ ഏത്? പോയത്. ആ, ഓക്കെ. ഹിന്ദി പിന്നെ ഹിന്ദി സിനിമ കണ്ട്. ആ, ഈ കന്നഡ പിന്നെ കന്നഡ ഒരു പടം ചെയ്തു, ഒരു മാസം മുഴുവൻ അതേതായിരുന്നു ആ മെയിൻ movie? റോൾ ചെയ്തു. മിറർ എന്നാ പടത്തിന്റെ പേര്. ആ, ഓക്കെ. അപ്പൊ ഞാൻ തന്നെ മെയിൻ റോളായിരുന്നു. ആ, ഒരു 1.5 മാസം ഇങ്ങനെ പോയും വന്നും അവരുമായിട്ടൊക്കെ സംസാരിച്ചു. അവര് കുറെ വാക്കുകളൊക്കെ പഠിപ്പിച്ചു. ആ. അങ്ങനെ കുറച്ച്. ഇനി അടുത്ത നമ്മൾ പോകാൻ പോകുന്നതെന്ന് പറയുന്നത് ഒരു നിഘണ്ടുവിന്റെ അടുത്താണ്. ഭാഷകൾ എന്ന് പറയുന്നത് അമ്മാനം ആടിക്കൊണ്ടിരിക്കുന്ന നിഘണ്ടുവല്ല, ഒരു പ്രസ്ഥാനം. പ്രസ്ഥാനം. അതെ, വിജയ്, സൂര്യ, പിന്നെ കമൽ സാറ്, പിന്നെ പിന്നെ നാട്ടില് നമ്മുടെ മലയാളത്തിലെ എല്ലാവരുടെ സിനിമ ഞാൻ കാണാം. എലീന പടിക്കല്, അങ്ങനെ പ്രശസ്തരായ കുറെ പേരുടെ കൂടെ പിന്നെ 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 പറഞ്ഞോ, തുടങ്ങാം ഞാൻ. ready. ഇല്ല, അയ്യോ അത്ര എന്തെന്ന് മലയാളം, മലയാളം ഓഫ് കോഴ്സ്, ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ഒക്കെ ഹിന്ദി, ഹിന്ദി, തമിഴ്, കന്നഡ, കന്നഡ, തെലുങ്കു, തുളു, തുളു അല്ല പുളു. ആ, പുളു, പുളു. ഇതിനെല്ലാം പുറമെ പുള്ളിക്കാരനെ വികസിപ്പിച്ചെടുത്ത ഒരു ഭാഷ കൂടി ഉണ്ട്. അതാണ്. അത് കിഷോറിന് മാത്രമേ ഫ്രഞ്ച്, ആ, ഫ്രഞ്ച് കുറച്ച് പഠിച്ചിട്ടുണ്ട്. ജർമ്മൻ ജർമ്മൻ ഇല്ല ഇല്ല, ഇല്ല, ക്രിഞ്ച്. ആ, അത്ര ഉള്ളത്ര ക്രിഞ്ച് മതി, നിർത്തിക്കും. ആണോ? 8 ഭാഷ. അയ്യോ, ഒരെണ്ണം മറന്നേ, സംസ്കൃതം, സംസ്കൃതം വേണ്ട, അത് അറബി, അറബി ചില എന്താ ഇതുപോലെ പറയുക, സാഹചര്യം, ചില സാഹചര്യത്തിൽ മാത്രം. അത് പഠിച്ചത് എങ്ങനെയാണെന്നറിയാവോ? ആ. ഞങ്ങൾ അവിടെ ചെന്നിട്ട് നമ്മൾ നോർമലി ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് ചെയ്ത, പക്ഷെ അത് നമ്മുടെ രമേശ് പിഷാരുടെ ഒരു സ്കിറ്റിൽ അത് ഇൻക്ലൂഡ് ചെയ്തു. നമ്മൾ സ്പോൺസേഴ്സിനെയൊക്കെ വിളിക്കൂലേ, അപ്പൊ സ്ഥിരം കേൾക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട്. നമ്മൾ ഫോണിൽ വിളിക്കുമ്പോ സലാദിന്റെ ഒക്കെ വിളിക്കും, ലിത്തഹരിക്കൽ മുത്തഹരിക്കൽ ലതി തലത്തു മുഖ്ലത് യൂർജന ലിത്തിഫാഖ് ഒഫീമാബാദ് ശുക്രൻ. നിങ്ങൾ വിളിച്ച അല്ലേ? കറക്റ്റ് അല്ലേ? ദുബായ് മെട്രോയിൽ കയറിയാലുണ്ടല്ലോ. ഇത് തന്നെ വിളിച്ചത്. കാരണം നിങ്ങൾ വിളിച്ച സബ്സ്ക്രൈബർ ഇല്ല, പൊക്കോളെ. ഏത് സ്പോൺസറെ വിളിച്ചാലും കിട്ടും. കറക്റ്റ് പഠിച്ചു വെച്ചു. പ്രോഗ്രാമിന്റെ പൈസ ബാക്കി ചോദിച്ചു വിളിക്കും. അത് അങ്ങനെ അതാ ഞാൻ പറഞ്ഞ സർവൈവലിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ. അടിപൊളി, കൊള്ളാം. അപ്പൊ എന്തായാലും ലാംഗ്വേജസ് ഒക്കെ ഇനിയും ഒരു കാര്യം പറയട്ടെ, നമ്മൾ മലയാളികളായതുകൊണ്ട് പറയാണ്, എവിടെ പോയാലും മലയാളം അത് അറിയാമെങ്കിൽ സത്യം സത്യം. ഏതെങ്കിലും ഒരു മലയാളി വന്ന് മുട്ടിയിരിക്കും. ഉറപ്പല്ലേ? രാജ്യത്ത് മൊത്തം അതെ, കേരളത്തിലെ ബാക്കി എല്ലായിടത്തും ഉണ്ട്. ഭാഷക്കാർ വേറെ കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടോന്ന് നമുക്ക് സംശയമാണല്ലേ. ആ. എവിടെ ചെന്നാലും എല്ലായിടത്തും ഉണ്ട്. ഒരാൾ നമ്മൾ അത്ഭുതപ്പെട്ടു, ദൈവം ഇവിടെ മലയാളി അവിടെ ഉണ്ടാവും. അത് മറ്റു സീന, നാട്ടിലെവിടെയാ? അതാണ്. അത് തന്നെ. ഇന്നെന്താ പതിവില്ലാത്തൊരു കാറ്റും തണുപ്പും ഒക്കെ. നേരെ ഒരുപാടായി ഈ പെണ്ണിനെ ഇതുവരെ കാണുന്നില്ലല്ലോ. കൊച്ചിനാണ് ഇച്ചിരി സൗന്ദര്യം കൂടുതലുള്ളത് കൊണ്ട് ആരെങ്കിലും വളച്ചിങ്ങോട്ട് കൊണ്ടുവരുമോ എന്നുള്ളതാ എന്റെ പേടി. നാരായണ നാരായണ. മുത്തശ്ശി, പാലപ്പൂവേ നിൻ തിരുമംഗല്യത്താലി തരൂ മകരനിലാവേ. നീ ഇതെവിടെ പോയി കിടക്കുമായിരുന്നു പെണ്ണെ? ഞാൻ ആ കടപ്പുറത്ത് പാറപ്പുറത്ത് ഇരിക്കുന്നുണ്ടായി. പാറപ്പുറത്തിരിക്കാൻ നീ എന്താ കടൽ ഞണ്ടോ? ഒന്ന് പോയാ മുത്തശ്ശി ഒന്ന്. എന്തുവാടി നിന്റെ കയ്യില്? ആ, ഇതെനിക്ക് ആ കടപ്പുറത്തുനിന്ന് കിട്ടിയതാ. നല്ല ഭംഗിയില്ലേ മുത്തശ്ശി കാണാൻ? എന്റെ പൊന്നു കൊച്ചെ കൊണ്ടേ കളയി. തേങ്ങാ പെറുക്കാൻ പോയവന്റെ കൈ ഇരുന്ന് ബോംബ് പൊട്ടിയ കാലവ. നീ അത് കളഞ്ഞേ. ഞാൻ കളഞ്ഞോളാം. ഈയിടെയായിട്ട് പെണ്ണിന്റെ മനസ്സിലൊരു പ്രേമം കുടുങ്ങിയിട്ടുണ്ടോ എന്ന് മുത്തശ്ശിക്കൊരു സംശയം. അതെന്താ മുത്തശ്ശിക്ക് അങ്ങനെ തോന്നാൻ? അല്ല, മൊബൈൽ റീചാർജ് ചെയ്യാൻ നീ ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് കാശ് ചോദിക്കുന്നില്ലല്ലോ. അങ്ങനെ ഒന്നുമില്ല മുത്തശ്ശി. അല്ല, ഇപ്പൊ അങ്ങനെ ഉണ്ടെന്നിരിക്കട്ടെ, എന്താ കുഴപ്പം? അങ്ങനെ ഉണ്ടെങ്കിൽ മുത്തശ്ശി ഫ്രീ ആയിട്ടൊരു ഉപദേശം തരാം. ആ, മുത്തശ്ശിക്ക് ഫ്രീ ആയിട്ട് തരാൻ ഉപദേശം മാത്രമല്ലേ ഉള്ളൂ. ഇത് കേക്ക് പെണ്ണെ, പിടിക്കുവാണെ അങ്ങ് പുളിങ്കൊമ്പേ കേറി പിടിക്കണം. അല്ലാതെ ഈ മുത്തശ്ശിയെ പോലെ പരുത്തിപ്പത്തലെ കേറി പിടിക്കരുത്. പോരും. ഈ മുത്തശ്ശിയുടെ ഒരു പാട്. ഒന്ന് പോയാ മുത്തശ്ശി ഒന്ന്. അങ്ങനെ ഒരു കാമുകനുണ്ടെങ്കിൽ അവൻ ആദ്യം നിന്നെ ഒരു റെസ്റ്റോറന്റിലോട്ട് വിളിക്കും. എന്നിട്ട് അവൻ പറയും നമുക്ക് ഫാമിലി റൂമിലോട്ട് അങ്ങ് ഇരിക്കാവെന്ന്. എന്റെ മുത്തശ്ശി, അതിനൊന്നും ഒരു കുഴപ്പമില്ലാന്നേ. അതില് കുഴപ്പമില്ലടി പെണ്ണെ. അത് കഴിഞ്ഞ് അവൻ നിന്റെ കയ്യിലൊന്ന് പിടിക്കും.
എന്നിട്ടൊരു ചുംബനം ചോദിക്കും. അങ്ങനെ ഒന്നും ചോദിക്കാത്ത ആളാണ് എന്റെ കാമുകനെങ്കിലോ? അങ്ങനെയാണെങ്കിൽ അവന്റെ ലക്ഷ്യം നീയല്ല, ഫുഡാ. കൈ കാശ് കാണത്തില്ല, തിന്നതിന്റെ കാശ് മുഴുവൻ നീ തന്നെ കൊടുക്കേണ്ടി വരും. മുത്തശ്ശി ഒന്ന് പോയോന്ന്. എടി പെണ്ണെ, ആ കഞ്ഞി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, വന്ന് കഴിച്ചേ. മുത്തശ്ശി പോയി കിടന്നോ, ഞാൻ വരാം. നാരായണ നാരായണ. നല്ല പാവ, ഇതിന് ഞാൻ കളയൊന്നുമില്ല. നല്ല കണ്ണ്. എല്ലാവരും പറയും. യോ ആരാത്? തോന്നിയതായിരിക്കും. നല്ല മൂക്ക്. എമ്പയും തിലോത്തമയും ഇന്നലെ കൂടി പറഞ്ഞതേ ഉള്ളൂ. എവിടുന്നാ സൗണ്ട്? ഞാനൊരു വരട്ടെ. അയ്യോ ആരാത്? എവിടുന്നാ ഈ സൗണ്ട് വരുന്നേ? ഞാൻ ആ പാവയ്ക്കുള്ളിലുണ്ട്. ഈ പാവക്കുള്ളിലോ? അങ്ങനെ വെറുതെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പാവക്കുള്ളിലുണ്ടെങ്കിൽ എന്റെ മുമ്പിൽ വന്നൊന്ന് പ്രത്യക്ഷപ്പെടും. ആ പാവയുടെ തലയിൽ 3 പ്രാവശ്യം തടവിയാൽ ഞാൻ പ്രത്യക്ഷനാകും. ആണോ? 1 2 3. ദേവി ആത്മരാഗമേകാം കന്യാവനിയിൽ സുഖദം കളഗാനം പകരാനണയു ഗന്ധർവ വീണയാകൂ നീ ദേവി. ആരാ? എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാനൊരു ക്ലൂ തരാം. പാല പൂക്കുമ്പോൾ വരും. ആ ഫംഗസ്. ഫംഗസല്ലെന്ന്, പിന്നെ പാലയിന്നും പാട്ടുമായിട്ട് വരും. ആ റിമി ടോമിയുടെ ഗാനമേളയ്ക്ക് തമിഴ് പാട്ട് പാടുന്ന ചേട്ടൻ. അത് ശിങ്കാരവേലൻ. ഞാൻ ഗന്ധർവൻ. ഗന്ധർവനോ? ഗന്ധർവൻ എന്താ ഇവിടെ? കന്യകമാരായ സുന്ദരികളായ സ്ത്രീകളെ വശീകരിച്ച് വശത്താക്കാൻ വേണ്ടി വന്നതാണ്. എന്തൊരു തണുത്ത കാറ്റാ ഈ വീശുന്നേ. അയ്യോ, ഇത് സാധാരണ കാറ്റല്ല. ചെന്നൈ പിടിച്ചോണ്ട് പോകാൻ വേണ്ടി ഗന്ധർവ ലോകത്തുനിന്ന് അധിപതി വരുന്നതാ. അയ്യോ, ഒരു കാര്യം ചെയ്യ്, ആ പാവ എടുത്ത് ദൂരെ കള. അയ്യോ, പാവനെ കളയാനോ? എന്റെ കൊച്ചാ, പാവ എടുത്ത് ദൂരെ കളയാൻ. കൊണ്ടുകള ദൂരെ എവിടെയെങ്കിലും കൊണ്ടുകള. അയ്യോ, പാർവണങ്ങൾ തേടും വനചന്ദ്രകാന്തിയിൽ സോമം പോൽ പകരു. എന്നാ പോക്കത്തിലാ കാണിച്ചത്? അയ്യോ, മേത്ത് കൊണ്ടോ? സോറി. ഏത്ത് കൊണ്ടുവല്ല, പാവ എടുത്ത് എറിയാൻ പോയത്. ആ പാവക്കകത്ത് ഞാനുണ്ടായിരുന്നു. പാവക്കാത്ത് നിങ്ങൾ ഉണ്ടായിരുന്നോ? അപ്പൊ ഇയാള് പറഞ്ഞല്ലോ ഇയാളാ പാവക്കാത്തുള്ളേന്ന്. അല്ല, ഞാനുണ്ടായിരുന്നു. ഞങ്ങള് ഗന്ധർവന്മാരല്ലേ. അത് ശശി ഗന്ധർവൻ, ഞാൻ സോമഗന്ധർവൻ. ഈ സോമനും ശശിയൊക്കെ ഗന്ധർവ ലോകത്തുണ്ടാവോ? പിന്നെ ഗന്ധർവ ലോകത്തുനിന്നുള്ള ഈ പേരുകൾ ഇങ്ങോട്ട് ഭൂമിയിലോട്ട് വന്നത്. അല്ല, അപ്പൊ ഒരു പാവക്കാത്ത് എങ്ങനെ 2 ഗന്ധർവന്മാർ വരുന്നേ? അതാണ്, ഞങ്ങള് കേരളത്തിലെ പെൺകുട്ടികള്, സുന്ദരികളായ പെൺകുട്ടികള് വളരെ കുറവാണ്. ഗന്ധർവന്മാരെ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മേളിൽ സെറ്റ് ചെയ്ത് വിട്ടിരിക്കുകയാണ്. ഒരു പാവയ്ക്കകത്ത് 1 അല്ലെങ്കിൽ 3 പേരെങ്കിലും സെറ്റ് ചെയ്യും. പക്ഷെ ഈ പ്രാവശ്യം 2 പേരെ സെറ്റ് ചെയ്തു. ഉള്ള പെൺകുട്ടികളെല്ലാം വിദേശത്തേക്ക് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് പോവല്ലേ. ആ പാവക്കാത്ത് ഇനി ഗന്ധർവന്മാരൊന്നും ഇല്ലേ? ഇനിയില്ല, അവസാനത്തെ ഞാനാണ്. ഇനിയും വന്നാൽ തല്ലി കൊല്ലും അവരെ. എന്നെ മനസ്സിലായില്ലേ? ഞാന് നരിയായിട്ടും നരനായിട്ടും പട്ടിയായിട്ടും കഴുതയായിട്ടും കുതിരയായിട്ടും വിലസുന്നു. ഗന്ധർവൻ. അല്ലേ, ഞാൻ സംശയം ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഇതിന്റെ ഉള്ളിൽ ലൈറ്റ് ഉണ്ടാവാറില്ലേ? ലൈറ്റ് ഉണ്ടായിരുന്നു, കറണ്ട് ചാർജ് കൂടുതൽ കാരണം കട്ട് ചെയ്തു. ഒരു കാര്യം ചെയ്യ്, എന്താ നീ വന്ന പുകയില്ലേ, അതിനകത്ത് കയറി പൊക്കോ. ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ടോ. ഇങ്ങോട്ട് വന്നേ. ആ വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചു. നീ എന്റെ നമ്പർ ഇറക്കണ്ടേ? ഞാൻ 3 മാസം കൊണ്ട് സെറ്റാക്കി വെച്ചിരിക്കുക. ആണോ? അങ്ങനെയാണോ? ഞാൻ 6 മാസം കൊണ്ട് ആ പാലെ കയറിയിരിക്കുക സെറ്റാക്കി. പാല കയറിയിരിക്കുക? ഞാൻ ഇലരുട്ടി പുഴുവാണ് പാലെ കയറിയിരിക്കുക. നീ എന്നൊക്കെ പറഞ്ഞാൽ നീ പോ. എന്റെ ശശി, എന്റെ ഒരു ഇടപെടൽ നീ പോയേ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയാണ്. എന്താ? അതെ, ഞാൻ വന്നപ്പോൾ എന്നെ ഒന്ന് നോക്കി ആ പെൺകുട്ടി ഒന്ന് ചിരിച്ചെന്ന്. ചിരിച്ചോ? എടാ, നിന്നെ നോക്കി ആരാടാ ചിരിക്കാത്തത്? ഇവിടെ ചിരിച്ചോ? ഞങ്ങളും ഗന്ധർവ ലോകത്ത് ഇവനെ കണ്ട് ചിരിയോട് ചിരിയാ. കുട്ടി, ഒരു മിനിറ്റ്. എന്താ? അതെ, ഞാൻ ആ പെൺകുട്ടി എത്രമാത്രം സ്നേഹിക്കണമെന്ന് നിനക്കറിയാവോ? ഇല്ല. എന്നാ നീ ചോദിക്കും, ഞാൻ ഈ കുട്ടി എത്രമാത്രം സ്നേഹിക്കുന്നു ചോദിക്കാം. ശശി ഗന്ധർവ, കന്യകയായ ഈ പെൺകുട്ടിയെ നീ എത്രമാത്രം സ്നേഹിക്കുന്നു? കടലോളം ഞാൻ അവളെ സ്നേഹിക്കുന്നു. ഈ ഭൂമിയോളം ഞാൻ ഇവളെ സ്നേഹിക്കുന്നു. അങ്ങനെയോ? ഈ പ്രകൃതിയോളം ഞാൻ അവളെ സ്നേഹിക്കുന്നു. ആകാശത്തോളം
ഞാൻ ആ കുട്ടിയെ സ്നേഹിക്കും. സോമഗന്ധർവനായ ഞാൻ ആ നിൽക്കുന്ന കന്യകയായ പെൺകുട്ടിയെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് നിനക്കറിയാമോ? ഇല്ല. എന്നാ നീ ചോദിക്ക്, ഞാൻ പറയാം എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന്. ഞാനങ്ങനെ ചോദിക്കുന്നില്ല. അല്ല ശശിയെ, നീ ചോദിരേ. അല്ല എനിക്ക് കേൾക്കണ്ട, ഞാൻ ചോദിക്കുന്നില്ല. അല്ല നീ ചോദിച്ചെങ്കിലും എനിക്ക് പറയാൻ പറ്റൂ ശശി. അത് അല്ല ഞാൻ ചോദിക്കുന്നു, നീ പോവാ. നീ സ്നേഹിക്കുന്ന പറഞ്ഞല്ലോ, കടലോളം കാര്യങ്ങളും പറഞ്ഞല്ലോ. നീ പോ, എനിക്ക് ചോദിക്കേണ്ട കാര്യമില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ ശശി. എനിക്കത് കേൾക്കണമെന്ന് പറഞ്ഞില്ല. പിന്നെ ശശി ഗന്ധർവ നമ്മൾ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് പോകണ്ട. നീ ചോദിക്ക. അയ്യോ ദേ പാവം കരയുന്നു. അയ്യോ കരയണ്ട കരയണ്ട. ഒന്നൊന്ന് ചോദിച്ചേക്ക്. എന്താ പാടി അവിടെ കിടന്നൊരു ബഹളം? ഇതാരും മുത്തശ്ശിയോ? കൊള്ളാവടി കൊച്ചെ, ഈ ബോച്ചെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് നീ ഒരു വാക്ക് എന്നോട് പറഞ്ഞില്ലല്ലോ. ബോച്ചെ? ഞാൻ അമ്മച്ചിക്ക് കുറെ തേയിലയും കൊണ്ട് വന്നതാ. ഞാൻ ബോച്ചയല്ല, പിന്നെ ഞാൻ ഗന്ധർവനാ. ഗന്ധർവനോ? അപ്പൊ ഇവനാരാ? വിക്രമനോ? അല്ല മുത്തു, ഇത് ഗന്ധർവനാണ്. ശശി ഗന്ധർവൻ അമ്മച്ചി. ഞാൻ സോമഗന്ധർവൻ. അതെ മുത്തശ്ശി, എന്റെ കയ്യിൽ ഒരു പാവ ഇരുന്നില്ലേ, ആ പാവക്കാത്തുനിന്ന് ഇറങ്ങി വന്ന 2 ഗന്ധർവന്മാരാ ഇവര്. അതെ അതെ. എന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേടി കൊച്ചെ, അതൊക്കെ വലിച്ചു ദൂരെ എറിയാൻ. അല്ല അമ്മച്ചി, ഞങ്ങളൊരു സംശയം ചോദിക്കാൻ വേണ്ടി വന്നതാ. ഞങ്ങൾ 2 ഗന്ധർവന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ ഗന്ധർവൻ, കഴിവുറ്റ ഗന്ധർവൻ ആരാന്ന് അമ്മച്ചി പറയണം. ഞാൻ പറയാം. പ്ലീസ് പറയണം അമ്മച്ചി. അമ്മച്ചി പണ്ടത്തെ ആളല്ലേ, അതുകൊണ്ടാ. അമ്മച്ചി എഴുന്നേക്കടാ കൊച്ചെ. പഴയ ആളല്ലേ, പറയണം. മുത്തശ്ശി പറയാം. നിങ്ങൾ 2 പേരും കൂടി ചേർന്ന് ഒരു നൃത്തം അവതരിപ്പിക്ക്. അതിലേറ്റവും നന്നായിട്ട് നൃത്തം കളിക്കുന്നവനാരോ അവനാണ് യഥാർത്ഥ ഗന്ധർവൻ. തുടങ്ങിയാട്ടെ. മുത്തശ്ശിയുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. ആരെവിടെ മ്യൂസിക്കിടെ? അതെ. கொஞ்சம் நின்னின்பம் என் நெஞ்சில் வீணமோளும் ஈனம் பாடும் ஈராடும் என் மோகம் சூடும் தென்னல் கடலில் சின்னும் பொன் திங்கள் என்னும் நாதம் லயம் வீண தேடும் உணரு நீ சொரியு நீராகம் உணரு நீ சொரியு நீராகம் അയ്യോ ഞങ്ങൾ അണച്ചു. ഇതെങ്ങനെ പഠിച്ചമ്മച്ചി നൃത്തമൊക്കെ? പണ്ട് നിങ്ങളുടെ മുതുമുത്തച്ഛൻ ഒരു രവീന്ദ്രൻ ഗന്ധർവൻ ഉണ്ടായിരുന്നു. പുള്ളിയായിരുന്നു എന്റെ പേര്. ഞങ്ങൾ 2 പേരും ക്യാബറ ഡാൻസേഴ്സ് അല്ലായിരുന്നോ? എനിക്ക് മനസ്സിലായോ? നമ്മുടെ മുത്തച്ഛൻ. അയ്യോ മുത്തച്ഛനുമായിട്ട് എന്റെ പേരാ. അപ്പൊ പറഞ്ഞു വരുമ്പോ നമ്മളെല്ലാം ബന്ധുക്കളാ. അതെ അതെ അതെ. ബന്ധുക്കളെ ഒരു മിനിറ്റ്, ഓടി വന്നു. അതായത് നമ്മുടെ ഈ ഡാൻസ് കോമ്പറ്റീഷനിൽ ഞാൻ വിജയിച്ച സ്ഥിതിക്ക് ഞാൻ ഈ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോവാ. അതെങ്ങനെ കല്യാണം കഴിക്കും? നീ എന്നെ വില്ലേജ് 2ാമത്തെ മോനല്ലേ? അതെ. കെട്ടാൻ പറ്റത്തില്ല, നമ്മളൊക്കെ ബന്ധുക്കളാടാ. ഓ, അപ്പൊ ശരിക്കും നമ്മൾ ഗന്ധർവന്മാരല്ല, ബന്ധർവന്മാരാ. ഗന്ധർവന്മാരാ. അയ്യോ അയ്യോ മുത്തശ്ശി, ഞങ്ങളെ കൊണ്ടുപോകാൻ അധികം വരുന്നുണ്ട് മുത്തശ്ശി. ഞങ്ങളെ കൊണ്ടുപോലെന്ന് പറഞ്ഞു മുത്തശ്ശി. ഞങ്ങൾ പെൺകുട്ടികളെ എവിടെയും പോയി തപ്പി പിടിച്ചോട്ടെ. ഞങ്ങൾക്ക് ഇനി പെൺകുട്ടികളെ വേണം മുത്തശ്ശി, പ്ലീസ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ രക്ഷപ്പെടണം. എടി കൊച്ചേ, ആ പാവ ഇങ്ങ് വേഗം എടുത്തോണ്ട് വന്നേ. അയ്യോ മുത്തശ്ശി, പാവയ്ക്കകത്ത് കയറിയോ ഞങ്ങൾ? അതിനൊക്കെ ഈ മുത്തശ്ശി വഴി കണ്ടിട്ട് മതി മതി. വഴി കാണിക്കും, പഴയ ആളല്ലേ, വഴി കാണിക്കും. എന്തെങ്കിലും ബുദ്ധി കാണും. ഓടിക്കൊണ്ട് വാടി ഇങ്ങോട്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് 2 ആളും കൂടെ വേഗം ഇതിലേക്ക് കേറ്. മുത്തശ്ശി താഴോട്ട് വെച്ചോ, അങ്ങോട്ട് വെച്ചോ, ഞങ്ങൾ കയറിക്കൊള്ളാം. വേഗം 2 ആളും ഇതിനകത്തേക്ക് കേറ്. പോയി. 2 മുതുകാലന്മാരെ ഇതിനകത്ത് കേറ്റാൻ പെട്ട പാട്.
അവിടെ കിടക്കട്ടെ. എന്തിനാ മുത്തശ്ശി അത് കളഞ്ഞേ? പിന്നെ ഉള്ള ബന്ധുക്കളെ കൊണ്ട് തന്നെ ഇവിടെ സഹിക്കാൻ വയ്യ. അപ്പഴാ രണ്ട് ഗന്ധർവന്മാര് ഓട്ട കാലന്മാര് കേറി പോടിയകത്ത്. വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. ബാലചേട്ടാ വെൽക്കം ബാക്ക്. വളരെ സന്തോഷമുണ്ട്. ആ എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് വിശേഷം? ഇങ്ങനെ സുഖമായിട്ട് പോകുന്നു. ഇത് പുതിയതാണോ? സ്പെക്സ് പുതിയതാണോ? അവരെ മണിക്കുറ്റം വെച്ചില്ലേ? ആ. അപ്പൊ എനിക്ക് വെക്കണ്ടേ? ആ അത് കറക്റ്റ് ആണ്. സ്റ്റൈല് നന്നായിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. ഞാൻ ഒരു കാര്യം പറയാനായിട്ടാണ് വന്നത്. ഞാനൊരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അതിലേക്ക് എന്നെയാണോ എലീന പടിക്കൽ കാസ്റ്റ് ഹീറോയിനെ ആയിട്ട് വരാൻ താല്പര്യമുണ്ട്. ആ ബാലചേട്ടനാണെങ്കിൽ ഞാൻ എന്തായാലും വരാം, കുഴപ്പമില്ല. ഡയറക്ടർ, പ്രൊഡ്യൂസർ, സ്ക്രിപ്റ്റ് എല്ലാം ഞാൻ ഏറ്റെടുക്കാം അല്ലേ? വളരെ മണിക്കുറ്റൻ, മാണിക്കുട്ടൻ എന്റെ പുതിയ പടത്തിലേക്ക് അഭിനയിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? നമ്മൾ ഓൾറെഡി ഒന്നിച്ച് അഭിനയിച്ചല്ലേ, ഞാൻ അതുകൊണ്ട് എപ്പോഴും ഇൻട്രസ്റ്റഡ് ആണ്. അക്കുരു ചേട്ടാ, ചേച്ചി എന്തോ ഇൻട്രസ്റ്റ് ഉണ്ടോ? പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റാ. അപ്പൊ നിങ്ങളുടെ പേയ്മെന്റ് എങ്ങനെയാണ്? പേയ്മെന്റ് നമുക്ക് പിന്നെ പറഞ്ഞാ പോരെ? അല്ല, ഞാന് പൃഥ്വിരാജ്, ഉണ്ണി മുകുന്ദൻ, ഞങ്ങളുടെ ഫ്രണ്ട്സ് സെറ്റപ്പില് ഒരു സിനിമ ഇരിക്കാണ്. അപ്പൊ കമ്മിയായിട്ട് പറയണം. കമ്മിന്ന് പറഞ്ഞാ എത്ര വരെ പോവാം? നിങ്ങൾ കമ്മിയായിട്ട് പറ. ഞാന് പൃഥ്വിരാജ്, ഉണ്ണി മുകുന്ദൻ ആ ബെൽറ്റിലേക്ക് ഇരിക്കാണ്. ആ സിനിമ ഓൾറെഡി ഇങ്ങനെ പറഞ്ഞു നിക്കുന്നല്ലേ, അപ്പൊ അതിലേക്ക് വീണ്ടും നമ്മൾ വരണോ? നിങ്ങൾ വരണം, വരണം. നിങ്ങൾ എല്ലാവരും വരണം. ഞാൻ വളരെ നല്ല മനുഷ്യനാണ്. എവരെ പോയാലും എനിക്ക് എല്ലാരും വേണം. എല്ലാരെയും വരില്ലേ? എനിക്ക് പക്രു ചേട്ടന്റെ അടുത്തൊരു ചോദ്യമുണ്ട്. വളരെ പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്. ക്യാമറ കട്ട് പണ്ണനേ. ക്യാമറ കട്ട് ചെയ്യണേ. ഒരു ഗിന്നസ് റെക്കോർഡ് കിട്ടാൻ വല്ല വരും? ഞാൻ എന്റെ തന്നേക്കാം. വരുമാ? അതെ, ഉറപ്പാണോ? ഉറപ്പ്. വളരെ സന്തോഷം. ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിച്ചിരിക്കുകയാണ്. പക്ഷെ നമുക്കൊന്ന് അല്ലാണ്ട് തന്നെ സ്വന്തം വോയിസ് ഒന്ന് കേൾക്കട്ടെ. വെൽക്കം ടു കോമഡി മാസ്റ്റർ റിഷാദ്. താങ്ക് യു. കൊള്ളാം. റിഷാദ് എവിടെന്നാ വരുന്നത്? ഉഷാറാണ്. ഞാൻ കൊല്ലം. കൊല്ലം. എന്താ ചെയ്യുന്നത് റിഷാദ്? ഞാൻ ഇപ്പൊ ഡിഗ്രിക്ക് പഠിക്കാം. ഡിഗ്രിക്ക്? അപ്പൊ മിമിക്രിയില് ഇപ്പൊ ബാല കേട്ടു, ഇനി അടുത്ത ആരായിരിക്കും നമ്മള്? ഞാനിപ്പോ ഒരു പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്താന്ന് വെച്ചാല്, നമ്മളെല്ലാവരും കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മലയാളികൾ എല്ലാവരും ഏറ്റെടുത്ത, മലയാളികളല്ല ഇന്ത്യക്കാരെല്ലാരും ഏറ്റെടുത്ത സിനിമയാണ് മഞ്ഞുമേൽ ബോയ്സ്. അപ്പൊ അതിലെ കഥാപാത്രങ്ങളൊക്കെ മാറ്റിയിട്ട് എന്റെ ഭാവനയിൽ ഉണ്ടാക്കിയ, അതായത് ഞാൻ എന്റെ ഭാവനയിൽ വന്ന കുറച്ച് ആളുകൾ അതിൽ അഭിനയിച്ചിരുന്നെങ്കിൽ എങ്ങനെയാവും എന്നുള്ളൊരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോ കുഴിയിൽ വീടുന്ന സുഭാഷ് ആയിട്ട് ബാലചേട്ടൻ തന്നെയാണ്. ബാക്കി മധു സാറുണ്ട്, ഉമ്മർ സാറുണ്ട്, ബൈജു ചേട്ടൻ, ബൈജു സന്തോഷ്, എല്ലാരെയും കൂടെ ഉൾപ്പെടുത്തി ഓരോരുത്തരായിട്ട് നമുക്ക് കേട്ടു അല്ലേ? ഞാൻ അപ്പറേ പറഞ്ഞില്ലേ, എവിടെങ്കിലും ടൂറ് പോകണമെങ്കിൽ അത് ഞാൻ പറയും. ആ തിരുവനന്തപുരം തൊട്ടേയുള്ള സ്ഥിരമാണ്. അതെ, അതെല്ലാം കറക്റ്റാണ്. നിങ്ങൾ പറഞ്ഞ എല്ലാം പക്കയാണ്. പക്ഷേ ആ മഞ്ഞ കളറുള്ള പുതപ്പ് അത് തരാൻ എന്നെ സമ്മതിച്ചില്ല, കൊണ്ടുവരാൻ സമ്മതിച്ചില്ല. ഭയങ്കര തണുപ്പാണ്. കുറച്ച് തണുപ്പൊക്കെ സഹിച്ചാൽ എന്ത് വെറുതെ എല്ലാം കിട്ടുമോ? നിങ്ങളിവിടെ കിടന്ന് അടി കൂടാതിരിക്കടേ. നമ്മളിവിടെ വന്നിരിക്കുന്നത് എന്തെങ്കിലും നല്ല ഓർമ്മ കിട്ടാനാണ്. അങ്ങനെ ഓർമ്മ കിട്ടുന്ന എന്തെങ്കിലും ഇവിടെ ഉണ്ടോ? ഏയ് ഇവിടെ ഒന്നുമില്ല. താഴേക്ക് അടിച്ചു കയറി വാ, എല്ലാരും വാ, അവിടെ ഉണ്ട്. അപ്പൊ എല്ലാവരും പറഞ്ഞ പോലെ നമുക്ക് അങ്ങോട്ട് ചെല്ലാം. അത് ശരിയാണ്. താഴെ എന്തെങ്കിലും നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അങ്ങോട്ടേക്ക് നടക്കൂ. അല്ല, ഞാൻ ഒരു കാര്യം. അതെ, സുഭാഷ് കുരി പോയി. താങ്കൾ ഇതെന്താണ് പറയുന്നത്? ചുമ്മാ പറയാൻ അവൻ കളിക്കുകയാണ്. അല്ല, ആക്ച്വലി അവൻ കുഴി പോയി. നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കൂടെയുള്ള ഒരാൾ കുഴി പോയിരിക്കാണ്. നമ്മളിനി എന്താ ചെയ്യാ? കുരുമന്തി അരിക്കാൻ പോയത്. ഒരുമാതിരി വർത്തമാനം പറയരുത്. നമ്മൾ വളരെ കഷ്ടപ്പെട്ടിട്ട് അവനെ വിളിച്ചോണ്ട് വന്നെയാണ്. അവനില്ലാതെ നമ്മളിവിടുന്ന് പോവില്ല. ഏയ് അവനൊന്നും കഴിച്ചിട്ടില്ല. അവനെന്താന്ന് വെച്ചാ കൊടുക്ക്. കള്ളോ കപ്പിയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ. എല്ലാം എന്റെ മക. അടിച്ചു കയറി വാ. കയറുണ്ട്. ഇവരെ ഒന്നും കാണുന്നില്ല. അതെ, അവൻ അവിടെ കിടന്ന് അമറ് വിളിക്കുന്നു. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എങ്ങനെയെങ്കിലും അവൻ രക്ഷിക്കണം. പ്ലീസ്. നമ്മളിങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഫയർഫോഴ്സിൽ വിളിച്ച് ഉദ്യോഗസ്ഥരെ വിളിക്കണം. അതല്ലേ ചെയ്യേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ വിളിക്കാം. സാറേ, ഞങ്ങളുടെ കൂടെ വന്ന ഒരാള് കുഴി പോയി.
എന്തേലും ചെയ്യാൻ പറ്റുമോ? ഒന്ന് പെട്ടെന്ന് വരണം. അതായത് ആവശ്യമില്ലാത്ത വള്ളി പിടിക്കരുത് എന്ന് ഞാൻ പണ്ടേ പറയാറുണ്ട്. അത് നിങ്ങൾ എന്തിനാണ് ആ പേര് ചാടി അപ്പുറത്ത് പോയത്? അതായത് ഇവനാണ്, ഈ റിയാസാണ് എല്ലാത്തിനും കാരണം. അടിച്ചു കയറി വരട്ടെ, എല്ലാരും വാ, അടിച്ചു കയറി വാ. ഇവനെടുത്താ കൂടിയിലിട്ടിട്ട് ആ പാവപ്പെട്ടവനെ രക്ഷിക്കായിരുന്നു. അല്ല, ആരെങ്കിലും കയറ്. നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാരും കൂടി ഒരുമിച്ച് അങ്ങ് വലിക്കാം. എല്ലാരും വലിച്ചോളൂ, വലിക്കൂ. മനിതൻ ഉണർന്നു കൊള്ള. ഇത് മനിത കാതലല്ലേ, അതെയും താണ്ടി പുനിതമാണത്. കഴിഞ്ഞു. അതിന്റെ ടൈലന്റ് ആയിരുന്നു സൂപ്പർ. ഞങ്ങള് സിനിമ കാണുന്ന അത് എഫക്റ്റിൽ ഇങ്ങനെ ബാക്കി ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. അതായത് നമുക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് അറിയാവുന്നതുകൊണ്ട് എല്ലാ ക്യാരക്ടേഴ്സിനെയും നമുക്ക് ഇത് ആള് മറ്റത് നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, ഈ ഒരു കോൺസെപ്റ്റ് നല്ലതായിരുന്നു. അതില് ഈ റിയാസിക്കയുടെ സൗണ്ട് അടിപൊളിയായിരുന്നു, എല്ലാം സൂപ്പർ ആയിരുന്നു കേട്ടോ. റിയാസിക്കയുടെ സൗണ്ട് ഗംഭീരമായിരുന്നു. എനിക്ക് കാരണം ഞങ്ങള് വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. ഈ CCL കിടക്കുന്ന സമയത്ത് ഒന്നിച്ച് യാത്ര ചെയ്യുന്ന ആളാണ്. ഭയങ്കര രസമായിട്ട്, കാരണം നമ്മൾ സിനിമ കേൾക്കുന്ന പോലെ ഒരു സൗണ്ടേ അല്ല പുള്ളിയുടെ വോയിസ്. ഗംഭീരമായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. നമ്മളുടെ കയ്യിലുള്ള സ്റ്റോക്ക് താരങ്ങളെ ഇങ്ങനെ ഒരു പുതിയ ഹിറ്റ് സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ട് അത് വെച്ചിട്ടൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി അവൻ്റെതായ രീതിയിൽ അത് അവതരിപ്പിച്ചു. അങ്ങനെ നോക്കുമ്പോൾ അടിപൊളിയായിരുന്നു. താങ്ക് യു സോ മച്ച്. ഋഷാദ് വീട്ടിലായിരിക്കും. ഋഷാദ് വീട്ടില് ഉമ്മ, ഉപ്പ, രണ്ടനിയത്തി, ഒരു ചേട്ടനുണ്ട്. നല്ല സ്മൈലാണ്. കീപ് അപ്പ് ദ സ്മൈലിംഗ്. ഇത് വേറെ ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്? കോളേജിലെ പെണ്ണുങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലയോ? ഉറപ്പല്ലേ? പറഞ്ഞിട്ടില്ലെന്നോ? എളിമ. എന്നാ ഇൻസ്റ്റാ ID പറഞ്ഞു, ഇപ്പൊ എല്ലാരും അയച്ചോളൂ. മുഹമ്മദ് റിഷാദ്, ഇടയ്ക്കൊരു സ്പേസ് ഉണ്ട് കേട്ടോ. അതെന്തിനായിരുന്നു സ്പേസ്? എല്ലാവർക്കും സ്പേസ് ഉണ്ട്, വരുന്ന എല്ലാവർക്കും സ്പേസ് ഉണ്ടെന്നാണ്. അല്ല, അവന് വരുന്ന റിക്വസ്റ്റ് എല്ലാം സ്പേസ് ഇല്ലാത്തവർ കൊണ്ടുപോവാ. കൊള്ളാം. അപ്പൊ എന്തായാലും നമുക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശരി, മണിക്കൂർ ചേട്ടാ, നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് തിരിച്ചൊരു സമ്മാനം നൽകാം. മണിക്കൂർ ചേട്ടാ, ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കരമായ ഒരു ആഗ്രഹം. എന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരുമോ ഏട്ടൻ? എന്റെ ആഗ്രഹം വേറെ ഒന്നല്ല, സംഭവം ഇത്രേ ഉള്ളൂ. ഡബ് സ്മാഷ്. ഇവിടെ എന്തെങ്കിലും മിമിക്രി നമ്മള് എന്റെ സിനിമയിൽ എന്തെങ്കിലും സംഭവം അല്ല, അതൊക്കെ എളുപ്പമാവൂലേ? നമുക്ക് വേറെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാം. ജയൻ സാറിന്റെ ഒരു കിഡിലം രംഗം, ഒരു കിഡിലം ഡയലോഗ് ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ഡബ് അതൊക്കെ ചെയ്തിട്ടുണ്ട് സ്റ്റേജ്. ഞാൻ ജയൻ സാറിന്റെ ഒരു വലിയ ആരാധകനാണ്. അപ്പൊ പിന്നെ അത് സെറ്റ് ആയിരിക്കും, സൂപ്പറായിരിക്കും. പക്ഷേ ഏതാ ജയൻ സാറിന്റെ ഏത് ഡയലോഗ് എന്ന് ആദ്യം കേക്കട്ടെ. ഡയലോഗ് ഒന്ന് കേക്കട്ടെ. What did you say? Buggers. Maybe we are poor. Coolies. Trolley pullers. But we are not buggers. ഞാനിത് ചെയ്യാം. പക്ഷെ ഈ സിനിമയില് ഈ സീനിൽ സീമ മാമും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഡയലോഗ് പറയുമ്പോ സീമ മാം ഇത് കണ്ടിട്ട് ജയൻ സാറിന് ആരാധനയോടുകൂടി നോക്കുന്നുണ്ടായിരുന്നു. നീ നേരത്തെ ഋഷാദിന്റെ ചിരി കൊള്ളാന്ന് പറഞ്ഞപ്പോ എനിക്ക് കുറച്ച് അസൂയ വന്നു. ഇനി എന്റെ അഭിനയം കണ്ട് നീ കൊള്ളാന്ന് പറയണം, എന്റെ അടുത്തൊരു ആരാധന തോന്നണം. അപ്പൊ സീമ ചേച്ചിയായിട്ട് നീ അഭിനയിക്കണം. ഞാൻ കോരിത്തരിക്കും. പക്ഷേ ഇംഗ്ലീഷ് പേടിച്ച് ക്യാച്ച് പിടിക്കേണ്ടിരുന്ന മനുഷ്യനായ താങ്കൾ ഇത് മൊത്തം ഇവിടെ പറയണം. ഡയലോഗ് ഇപ്പൊ കേട്ടോ. സപ്പോർട്ടിങ്. What did you say? Buggers. Maybe we are poor. Coolies. Trolley pullers. But we are not buggers. You enjoy this status in life because of our sweat and blood. Let it be the last time. If you dare to say that word once more, I will pull out your bloody tongue. നടത്തത്തിൽ ചെറിയൊരു ഭീമന്റെ കുച്ചാണ് കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് ഞാനും ഫ്ലിപ്പായി പോയി. നിന്റെ ആരാധനയിലോട് കയറി വന്ന് എവിടെ വന്നു? ലാസ്റ്റ് ഇങ്ങനെ അടിച്ചു പോയി. ക്ലാപ്പ് വന്നിങ്ങനെ അടിച്ച പോലെയായി പോയി. അത് പക്ഷെ ലിപ്സിംഗ് ഒക്കെ കറക്റ്റ് ആയിരുന്നു, സൂപ്പർ ആയിരുന്നു. എന്നാ ചുമ്മാ ആരാധനയോട് നോക്ക്, അവൻ ഇത്രയും ചെയ്തല്ലേ. ഇത്രയും ചെയ്തിട്ട് ഒരു ആരാധരിച്ച് അവിടെ പുള്ളിയുടെ ചിരി കൊള്ളാം. എന്നിട്ട് ഇംഗ്ലീഷില് കീപ് ദ സ്മൈലിംഗ് എന്ന്. നീ എങ്കിലും കുറച്ച് ആരാധനയോട് മണിക്കൂർ ചേട്ടൻ
ഇവിടെ ആരാധനയോടെ നോക്കുന്നവരാല്ല. അയ്യോ അമ്മയുടെ പറന്ന് പിടിക്കും. നിങ്ങൾ ഇവിടെ ഉമ്മ കൊടുക്കുക എന്താ ഞാൻ പോയി ഗിഫ്റ്റ് എടുത്തിട്ട് വരാം. ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ഹാൻസം ആയിട്ടുള്ളതും ഏറ്റവും എന്റർടൈനിങ് ആയിട്ടുള്ള ഗസ്റ്റായ മണിക്കുട്ടൻ ചേട്ടൻ, ഞങ്ങളുടെ സ്വന്തം ചേട്ടനാണ് ഇന്ന് ഈ ഒരു ലണ്ടൻ ക്ലാസിക്കിന്റെ സമ്മാനം ആർഷാദിന് കൊടുക്കുന്നത്. സ്വന്തം ചേട്ടനാക്കി ബ്രോ, ഗംഭീരം. താങ്ക് യു സോ മച്ച്. ചേച്ചിയുടെ കാര്യത്തില് നമ്മള് തീരുമാനം ഇവിടുന്ന് തന്നെ കറക്റ്റ് ആയിട്ട് സകല ഏണിയും കൊണ്ടുവരുകയും ചെയ്യും. അതാണ് ജീവിതമല്ല, ഇത് കഥയാന്നേ. എന്താ മനസ്സിലാക്ക? കഥയാണോ? ആ കഥയല്ല. ഓ ഈ ചേച്ചിക്ക് ചെറിയൊരു വിഷമമുണ്ട്. അയ്യോടാ, എന്റെ ഒരു പ്രശ്നത്തിൽ കിടക്കാണ്. അപ്പം നിങ്ങൾ എല്ലാരും കൂടെ ഒന്ന് സഹായിച്ച് ഒന്ന് സോർട്ട് ചെയ്ത് കൊടുക്കണം. എന്താ ചേച്ചി പ്രശ്നം? ചേച്ചിയുടെ ഭർത്താവാണ് ചേച്ചിയുടെ പ്രശ്നം. അയ്യോ, ഉപദ്രവിക്കോ? ഇല്ല, ഞാൻ മദ്യപിക്കോ? ഞാൻ എന്നെ കുറിച്ചൊന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞു. ഞാനൊരു കല്യാണം കഴിച്ച ഒരു സ്ത്രീയാണ്. ആയിക്കോട്ടെ. എനിക്കൊരു ഭർത്താവുണ്ട്. അപ്പം എന്റെ ഭർത്താവെന്ന് വെച്ചാ എന്താന്നറിയാമോ, ഫസ്റ്റ് നൈറ്റ് ഉണ്ടല്ലോ, ആദ്യ രാത്രിയിലാണ് ഞാൻ ആ നഗ്ന സത്യം മനസ്സിലാക്കുന്നത്. സാധാരണ എന്റെ ഭർത്താവിന് ഓവർ സ്പീഡാണ്. പിന്നെ പെട്ടെന്ന് അങ്ങ് സ്ലോ ആവുകയും ചെയ്യും. അല്ല, അതൊക്കെ ഇപ്പൊ നമ്മൾ എന്ത് സോൾവ് ചെയ്യാനാണ്? അതൊക്കെ ആശുപത്രിയിലും പോയി ഡോക്ടറല്ലേ ഞങ്ങൾക്ക് ഒന്ന് സോൾവ് ചെയ്യാൻ. ചേച്ചി ഉദ്ദേശിച്ചേ ഇല്ല, ഞാൻ അത് വേറെ വെക്കോ. സോറി. അല്ല, എനിക്ക് കാര്യം പിടി കിട്ടിയില്ലായിരുന്നു, ക്ഷമിക്കണം എന്നോട്. ആദ്യം ചോദിക്കണം എന്തോ വിഷമം. എന്റെ ഭർത്താവ് സംസാരിക്കുമ്പോ ഓവർ സ്പീഡാണ്. അങ്ങനെ അല്ല, നിങ്ങൾ എന്താ ഉദ്ദേശിച്ചേ? രാത്രിയായിട്ട് കണക്ട് ചെയ്ത് പോയി ഞങ്ങളറിയാതെ. അല്ല, അതെന്താ അങ്ങനെ? അയ്യോ എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. അല്ല, ഞാൻ ആദ്യം സംസാരം എന്ന് പറഞ്ഞില്ലായിരുന്നോ? എന്റെ നാവിന്റെ ദോഷം. അതല്ലേ ഞങ്ങൾ ആ പടം സ്റ്റക്കായി പോയി. ഞാനത് പറഞ്ഞില്ല. എന്റെ ഭർത്താവ് സംസാരിക്കുമ്പോ ഓവർ സ്പീഡായിട്ട് പോകും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പുള്ളി പെട്ടെന്ന് അങ്ങ് സ്ലോ ആയി പോകും. പിന്നെ ഈ നമ്മളെ അവാർഡ് സിനിമ ഒക്കെ കാണത്തില്ലേ, അതേ ഫീലാണ് പിന്നെ വീട്ടില്. എന്നിട്ട് ഡോക്ടേഴ്സിനെ എന്തെങ്കിലും കാണിക്കായിരുന്നു? ഇനി കാണിക്കാൻ ഒരു ഡോക്ടറില്ല, ഒരു വൈദ്യനില്ല, എല്ലാരെയും ഞാൻ കൊണ്ട് കാണിച്ചു. ഇത് കാരണം ഞാനങ്ങ് സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഞാനങ്ങ് സാരമില്ല. മനുഷ്യന് നമുക്ക് ഓരോരുത്തർക്ക് കിട്ടുന്ന ഒരു ലൈഫ് പാർട്ട്ണർ അല്ലേ, അപ്പൊ ചെറിയ ചെറിയ കുറവുകളൊക്കെ നമ്മളങ്ങ് സഹിക്കണം. അഡ്ജസ്റ്റ് ചെയ്യാല്ലേ? കുറവാണെങ്കിൽ ഞാനങ്ങ് സഹിച്ചേനെ. ഇത് ഇച്ചിരി കൂടിയതുമാണ്, പെട്ടെന്ന് അങ്ങ് കുറയുകയും ചെയ്യും. ഇതൊരു വല്ലാത്ത കുറവായി. ചേട്ടന് ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്നു. അപ്പം എന്നെ കാണാതെ ഒരു 3 മിനിറ്റ് വരെ അവിടെ നിക്കത്തുള്ളൂ. ഇപ്പൊ തന്നെ 2.5 മിനിറ്റ് കഴിഞ്ഞല്ലേ നമ്മളിങ്ങ് എത്തിയിട്ട്. ഏറെക്കുറെ. അപ്പൊ എല്ലാം പിടികിട്ടിയ ഒന്നുകൂടെ പറയോ? നിന്നെ ആ ബസ് സ്റ്റോപ്പിൽ നിർത്തിയിട്ട് ഞാനൊരു ഓട്ടോ വിളിക്കാൻ പോയപ്പോ നീ ഇത് എവിടെ അടി പോയേന്ന്. നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ എന്തിനാ നാട്ടുകാരെ മുഴുവൻ ഇത് അറിയിക്കാൻ നടക്കുന്നേന്ന്? അയ്യോ, അന്ന് ഞാൻ പറയത്തില്ല, പച്ചത്തെറി എന്നെ വിളിച്ചത്. എന്നെ ഇനി ഇങ്ങനെ നടന്ന് തെറി വിളിച്ചാലുണ്ടല്ലോ, ഞാൻ നിങ്ങളെ ഡിവോഴ്സ് ചെയ്യും കേട്ടോ. ഉള്ള കാര്യം ഞാനങ്ങ് പറഞ്ഞേക്കാം. വസന്തേ, അതിന് ഞാൻ എന്തോന്ന് പറഞ്ഞു? ഞാൻ ഇവിടെ ചുമ്മാ നിന്നല്ലേ, നിന്നെ കാണാത്തോണ്ട് തേടി വന്നേണ് ഞാൻ. കണ്ട, ആ സ്പീഡിൽ പറഞ്ഞ ആളാണോ ഇപ്പൊ ഈ വർത്താനം പറയുന്നത്? ഇതിനിടയ്ക്ക് ഒരു മീറ്റർ ഇല്ലല്ലേ? ഇതിനിടയ്ക്ക് പുള്ളിക്ക് ഒരു മീറ്റർ ഇല്ല. നമുക്ക് എല്ലാവർക്കും ഒരു മീറ്റർ ഉണ്ടല്ലോ സംസാരിക്കുന്നേ, അത് പുള്ളിക്കില്ല. ഒന്നിൽ അങ്ങേയറ്റം അല്ല ഇങ്ങേയറ്റം. ഒന്നിൽ അങ്ങേയറ്റം അല്ല ഇങ്ങേയറ്റം. ചേച്ചി വേറെന്തെങ്കിലും ചേച്ചി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി, സ്പീഡിൽ ഇങ്ങനെ പറയാതെ തിരിച്ചൊന്ന്. കല്യാണം കഴിഞ്ഞിട്ട് ഒരു 10-20 വർഷമായി. അത്രയും നാള് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോണ്ടിരിക്കോ ഈ പുള്ളിയെ. ദൈവമേ, ഈ ചേട്ടന്റെ പേരെന്തുവാ? പേര് മനോഹരൻ. ആഹാ, നല്ല പേര്. നല്ല പേരൊക്കെയാ, പക്ഷെ എന്താ സ്വഭാവം ഇങ്ങനായി പോയില്ലേ? ചേട്ടൻ എന്താ പ്രശ്നം? ഇതിങ്ങനെ പറയാനുള്ള ഒരു ഇത് എന്തെങ്ങനെ പെട്ടെന്ന് പറയുന്നേ? ചേട്ടന്റെ കാര്യം എന്ന് വെച്ചാല് ഇപ്പൊ ഈ സ്പീഡിലുള്ള സംസാരമാണ് നമുക്ക് ആർക്കും ഒന്നും മനസ്സിലാവില്ല. അയലത്തുകാർ മുഴുവൻ വന്ന് എന്നെ അങ്ങ് തെറിവിടിയാ. ഇങ്ങനെ അവിടെ കിടന്ന് ബഹളം വെക്കുന്നത്, ഇങ്ങനെ എന്നെ ചീത്ത വിളിക്കുവാന്നാ അവരുടെ വിചാരം. ഉള്ളി വീട്ടിലെ കാര്യങ്ങളാണ് ഈ സംസാരിച്ചോണ്ടിരിക്കുന്നത്. പക്ഷെ അയലത്തുകാർ വിചാരിക്കുന്നത് എന്തുവാ, എന്നെ പിള്ളേരെ ഇങ്ങനെ എത്ര തവണയാന്നറിയോ പോലീസ് വീട്ടിൽ കയറി ഇറങ്ങുന്നത്. എല്ലാരും കംപ്ലൈന്റ് ചെയ്യോ, ഇയാടെ ഈ സ്വഭാവം, അത് ഒച്ചത്തിലാ സംസാരിക്കുന്നേ. അത് മോശമല്ലേ ചേട്ടാ? പെട്ടെന്ന് മനസ്സിനൊരു വിഷമം വന്നാ പുള്ളി എന്താ ചെയ്യുന്നതെന്നറിയോ? ഇപ്പൊ കേട്ടില്ലേ, ഇതുപോലെ അങ്ങ് സ്ലോ ആവും.
എന്നെ വളർത്തിയ ഒരു അപ്പച്ചിയുണ്ട്. അപ്പച്ചിയുടെ ഭർത്താവ് കിണറ്റി വീണു. ഞാൻ കിടന്ന് കയ്യും കാലും ഇട്ട് അടിച്ച് വിളിച്ചു പോവാ. എന്റെയൊക്കെ ഒച്ച ആര് കേൾക്കാന്? ചെറിയ സൗണ്ട് അല്ലയോ, ആരും കേൾക്കാനില്ല. ഞാൻ ചേട്ടനോട് ചേട്ടാ ഒന്ന് വിളിച്ചു പോവേട്ടാന്ന് പറഞ്ഞപ്പോ പുള്ളി അയ്യോ അപ്പച്ചിയപ്പൻ കിണറ്റി വീണേ, അയ്യോ കിണറ്റി വീണേ, ഇങ്ങനെ കടന്ന് കാണിക്കുക. ഓടിവായോ അങ്ങനത്തെ. അതുപോലെ അവസാന അപ്പച്ചപ്പനെ കിണറ്റിന്ന് പൊക്കിയെടുത്തപ്പോ വലിയൊരു വാട്ടർ ടാങ്ക്. കിണറ്റിലെ വെള്ളം മുഴുവൻ കുടിച്ച് വറ്റിച്ചില്ലേ, എല്ലാം വയറ്റിനകത്തുണ്ടായിരുന്നേ. കഷ്ടായില്ലോ അത്. ഇതാണ് അവസ്ഥ. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഇതിപ്പോ ഈ പരിപാടി ഒരുപാട് പേരൊക്കെ കാണുന്നതല്ലേ. സംസാരിക്കുമ്പോ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ഒരു പ്രശ്നം. ഉറങ്ങുമ്പോ ഒരു കുഴപ്പമില്ല, ഉറങ്ങുമ്പോ പ്രശ്നമില്ല. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോഴോ ഈ സംസാരിക്കുമ്പോ അല്ലാതെ പിന്നെ ഈ സംസാരിക്കുന്നതിനല്ലേ വൈകല്യം ഉള്ളത്. ഞാൻ ഉണ്ടല്ലോ. അതല്ലേ ചിലർക്കേ നമ്മളിങ്ങനെ വർത്താനം പറയുന്നവരായിരിക്കില്ല, വേറെ ചില കഴിവുകൾ വരുമ്പോഴേക്കും പാട്ട് പാടും. അപ്പൊ അത് അങ്ങനെ പാടാൻ പറ. ഒരു പാട്ടൊന്ന് പാടിയേക്കാം. ഒരു പാട്ട്. ഏതാ? പെരിയാറേ പെരിയാറേ നിരയൂ. ഒന്നൂടെ പഠിക്കേ. രസമുണ്ട്. അല്ല പോട്ടെ പോട്ടെ. അല്ല ഞങ്ങളത് ഒരു കൗതുകമായിട്ട് പറഞ്ഞതാട്ടോ. അയ്യോ ഫീൽ ചെയ്യാൻ പറഞ്ഞതല്ല. വസന്തേ കരയല്ലേ? അനന്ന് കരഞ്ഞ ഇതാ അവസ്ഥ. കരഞ്ഞാ വിഷമം വരും. അതെ നമുക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ ചേട്ടാ. അല്ല ഇതെനിക്ക് കളയാന്ന് വെച്ചാ അല്ല ഈ എന്താ പറയുന്നത് പാരമ്പര്യമായിരിക്കും. അതായിരിക്കും. കുട്ടിക്കാലത്തൊക്കെ എന്തെങ്കിലും പേടി കിട്ടാതെ വേറെ കുടുംബത്തിൽ വേറെ ആർക്കെങ്കിലും ഇങ്ങനെ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ശരിക്കും അങ്ങനെ എന്തെങ്കിലും ചേട്ടന്റെ അച്ഛനോടൊന്ന് വിളിച്ചു ചോദിച്ചിട്ടേ അദ്ദേഹം എന്താ പറയുന്നത്, പേടി കിട്ടിയിട്ടുണ്ടോ ഒന്ന് നമ്പരോ അച്ഛന്റെ നമ്പർ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞാൽ ഒന്നുകൂടെ പറഞ്ഞു. 9 1 1 7 3 3 4 4 6 7 7 9 9 തീർന്നില്ലേ? 10 നമ്പറേ ഉള്ളൂ. 0 തീർന്നു. 10 ആയത് ഭാഗ്യം. അല്ല ATM കാർഡിന്റെ സ്പീക്കറിലിടണേ. ഞാൻ സ്പീക്കർ ഇടാം. ഹലോ ഹലോ ഹലോ, ഇത് നമ്മുടെ മനോഹരൻ ചേട്ടൻ്റെ അച്ഛനല്ലേ? ഹലോ അച്ഛാ, ചേട്ടനും ചേച്ചിയും ഇപ്പൊ ഇവിടെ ഉണ്ട്. ഞാൻ മണിക്കുട്ടൻ, പക്രുച്ചേട്ടൻ, ദേവി, അവര് 3 പേരും കൂടെ ചേർത്ത് വിളിക്കുകയാണ് കേട്ടോ. അപ്പൊ ചേട്ടന് കുറച്ച് പ്രശ്നം ഉണ്ടെന്നാണല്ലോ ചേച്ചി പറയുന്നേ. ഫാക്ടറിയെ ഇങ്ങനെയാ, പിന്നെ പ്രൊഡക്റ്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണ്. പുള്ളി പറഞ്ഞ എന്താന്നറിയോ? കല്യാണം കഴിച്ച് അവിടെ വീട്ടിൽ പോന്നിടം വരെ എന്റെ കുഞ്ഞിന് ഒരു കുരു ഇല്ലായിരുന്നു. ഇപ്പൊ അവൾ എങ്ങനെ വന്നെന്ന് ഈ സംസാരത്തിന് വൈകല്യം. ഇതിപ്പോ വൈകല്യം ആ പറഞ്ഞത് കേട്ടോ. ഇത് നമുക്കൊന്നും ചെയ്യാം. ഈ 1 മീറ്ററും തെറ്റിക്കാതെ കറക്റ്റ് മീറ്ററിൽ പോന്ന ഞാന്, എന്നിട്ട് ഞാനാണെന്ന് പുള്ളിയെ തെറ്റിക്കുന്നതെന്ന് ഈ തന്തയ്ക്ക് പറയാൻ കൊള്ളാവുന്നതാണോ? തന്തക്കളവ് എന്റെ മുമ്പിലുണ്ടെങ്കിൽ മോണയ്ക്കൊരു തട്ട് വെച്ച് കൊടുത്തേനെ ഞാൻ. പോട്ടെ ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മീറ്റർ തെറ്റി പോകുന്ന ആൾക്കാരെയൊക്കെ നേരെയാക്കുന്ന നമ്മുടെ ഗ്രൂമർമാരില്ലേ, അവരുടെ അടുത്തോട്ട് വിട്ടാലോ? ഇപ്പൊ ഇത്രയെങ്കിലും ഒക്കെ പറയുന്നുണ്ട്, ഇനി അങ്ങോട്ട് വിട്ടിട്ടുള്ളതും കൂടി ഇല്ലാതാക്കാനാണോ? ചേച്ചി വിഷമിക്കണ്ട. നമ്മുടെ ഈ പരിപാടി കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ നിങ്ങളെ സമീപിക്കും. ഇതൊക്കെ ശരിയാക്കാനുള്ള ആരെങ്കിലും ഒക്കെ കാണും. വിഷമിക്കണ്ട. ഈ പുള്ളിയെ കൊണ്ട് ഒരു ഗുണമുള്ളതെന്ന് വെച്ചാ 9 മണി മുതൽ 10 മണി വരെ ടിവിയുടെ മുമ്പിൽ, അമൃത ടിവിയുടെ മുമ്പിൽ ഈ പരിപാടി ഭയങ്കര ഇഷ്ടമാണ്. അത് ശരി. അന്നേരമാ ഞാൻ മനസമാനത്തോടൊന്നും ഇരിക്കുന്നത്. അയ്യോ പുള്ളിക്കൊരു ആഗ്രഹം ഉണ്ടെന്ന്. ഇവിടെ എന്തെങ്കിലും ഒന്ന് കാണിക്കാൻ, എന്തെങ്കിലും ഒന്ന് പറയണോന്ന് പുള്ളിക്ക്. സമയമായില്ലേ? വീട്ടിൽ അല്ല നിങ്ങൾക്ക് സമയമില്ലാത്തല്ലേ പ്രശ്നം. പുള്ളി പെട്ടെന്ന് സ്പീഡ് വൈൻഡപ്പ് ചെയ്യും. നല്ലതാ. ശുഭരാത്രി. ഏതാ? എല്ലാം പറയി. ശരി, ശുഭരാത്രി.
sisters.